നമസ്കാരം. ഷെയർ മാർക്കറ്റിൽ കാശ് ഒരുപാട് ഉണ്ടാക്കിയവരെ പോലെ തന്നെ ഷെയർ മാർക്കറ്റ് ഒരുപാട് പേർക്ക് നഷ്ടം തന്നിട്ടുള്ള ഒരു മേഖല കൂടിയാണ്. ശരിക്കും ഷെയർ മാർക്കറ്റിനെ പറ്റി പറയുമ്പോൾ പല ആൾക്കാരും വലിയ രീതിയിൽ വറീഡ് ആവണത് ഷെയർ മാർക്കറ്റിൽ വരുന്ന നഷ്ടത്തിനെ പറ്റിയിട്ട്, നമ്മുടെ ക്യാപിറ്റൽ നഷ്ടപ്പെട്ടു പോവോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടാണ്. ശരിക്കും എന്തുകൊണ്ടാണ് ഷെയർ മാർക്കറ്റിൽ കുറച്ച് പേർക്ക് നഷ്ടമുണ്ടാവണത്, എങ്ങനെയാണത് ഒഴിവാക്കാൻ പറ്റണത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഷെയർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഇമോഷണൽ ഡിസിഷൻസ് എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ബിയറിഷ് മാർക്കറ്റും ബുള്ളിഷ് മാർക്കറ്റും രണ്ടും തന്നെ നിങ്ങൾക്ക് നഷ്ടം മാത്രം കൊണ്ടുതരാൻ സാധ്യതകൾ ഏറെയാണ്. സോ നിങ്ങൾ എപ്പോഴും വൈസ്ലി ചിന്തിക്കുക. ഒരിക്കലും ഇമോഷൻ്റെ പുറകെ പർച്ചേസ് ചെയ്യുമ്പോഴായാലും സെല്ല് ചെയ്യുമ്പോഴായാലും നിങ്ങൾ പോവാതിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പേഷ്യൻസിൻ്റെ പ്രശ്നമാണ്. അതായത് ക്ഷമയില്ലാത്ത രീതിയിലുള്ള പർച്ചേസ് ആയാലും സെല്ലായാലും എപ്പോഴും നമുക്കറിയാം ക്വിക്ക് റിട്ടേൺസ് എന്ന് പറയുന്ന ഒരു ചിന്താഗതിയാണ് ഇന്നത്തെ കാലത്ത് എല്ലാ ആൾക്കാരും ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും നമ്മുടെ സാധനങ്ങൾ ഇപ്പോൾ സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിൽ പോലും അതിനെ നമുക്ക് പരമാവധി ഹോൾഡ് ചെയ്യാൻ പറ്റാറില്ല. കുറച്ചുകൂടി ലാഭം വന്നേക്കാവുന്ന പല സിറ്റുവേഷൻസിലും നമ്മുടെ ഒരു പേഷ്യൻസ് ഇല്ലായ്മ, ക്ഷമയില്ലായ്മ ഒരൊറ്റ കാരണം കൊണ്ട് നമ്മൾ പലപ്പോഴും ഇത് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഇനി അടുത്തൊരു കാര്യമാണ്, നമുക്കിപ്പോൾ എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റിയൊരു കാര്യമാണ് ട്രെൻഡിൻ്റെ പുറകെ ചേസ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ ഹോട്ട് ടിപ്പുകളെ, അതായത് വളരെ ഹോട്ട് ടിപ്സ് നമുക്കിപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ കിട്ടാറുണ്ട്, അതിൻ്റെയൊക്കെ പുറകെ പോകുക എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇന്ന് വെബ്സൈറ്റ് നമ്മൾ വാട്സപ്പ് ആയാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയാലും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കണ്ടമാനം സൈറ്റുകളും കണ്ടമാനം ഗ്രൂപ്പുകളും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ടിപ്സ് തരാനും അതിന് സർട്ടിഫൈഡ് അല്ലാത്ത ആൾക്കാരൊക്കെ പല ടിപ്പുകൾ തരുന്നതും അത് നിങ്ങൾ പർച്ചേസ് ചെയ്യാറുള്ളതും അതിലൂടെ ഒരുപാട് പേർക്ക് കണ്ടമാനം നഷ്ടം സംഭവിക്കുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, വായിച്ചുകൊണ്ടിരിക്കുന്നതാണ്, കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ പോലും ഇത് മനസ്സിലാക്കാതെ വീണ്ടും ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പുറകെ പോവാറുമുണ്ട്. സോ ആദ്യം മനസ്സിലാക്കുക, കൃത്യമായിട്ട് ലൈസൻസ് ഉള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് മാത്രം ടിപ്സ് വാങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ പറഞ്ഞൊരു കാര്യത്തിന് വേണ്ടി മുന്നോട്ട് പോവുക. അടുത്തൊരു കാര്യമാണ് എക്സസീവായിട്ടുള്ള പോർട്ട്ഫോളിയോ. എപ്പോഴും കാണുന്നൊരു പ്രശ്നമാണ് പല ആൾക്കാർക്കും ഒരുപാട് പോർട്ട്ഫോളിയോയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. ഒന്ന് ശ്രദ്ധിക്കുക, ഈ എക്സസീവ് പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ എപ്പോഴും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് റീബാലൻസ് ചെയ്യാനൊക്കെ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. സോ നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളുടെ അറിവിലുള്ള കാര്യങ്ങൾ മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഓവർ കോൺഫിഡൻസ്. നമുക്കെല്ലാം അറിയാം, അല്ലെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു തോന്നൽ പല ആൾക്കാർക്കും കുറച്ച് കാലം മാർക്കറ്റിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടാവാറുണ്ട്. സോ ആ ഒരു ഓവർ കോൺഫിഡൻസ് ഒഴിവാക്കുക. മാർക്കറ്റ് എന്ന് പറയുന്നത് ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ് എന്നുള്ളത് ഏത് നിമിഷവും നമുക്ക് മനസ്സിലാക്കുക. അതിന് ലാഭവും നഷ്ടവും സംഭവിക്കാൻ എപ്പോഴും ഒരു പോസിബിലിറ്റി അവിടെയുണ്ട്. എത്രയൊക്കെ അപ് ട്രെൻഡ് കാണിക്കുന്ന മാർക്കറ്റ് ആയാലും അവിടെയും ഈ മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട്. ആ ഒരു റിസ്ക് നമ്മൾ പറയില്ല, വണ്ടി ഓടിക്കുമ്പോൾ ഓരോ വളവിലും അടുത്ത വളവിലൂടെ അല്ലെങ്കിൽ അടുത്തൊരു വണ്ടി എതിർദിശയിൽ വരുന്നുണ്ട് എന്നുള്ളൊരു ധാരണ എപ്പോഴും നല്ലതാണ് എന്ന് പറയാറുണ്ട്. അത് നമ്മൾ ഈ പറയുന്ന കാര്യത്തിലും വലിയ രീതിയിലൊന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയൊരു കാര്യമാണ് നഷ്ടമുള്ള അല്ലെങ്കിൽ ലോസേഴ്സിൻ്റെ സ്റ്റോക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുക, അതുപോലെ തന്നെ ഗെയിനേഴ്സിൻ്റെ സ്റ്റോക്ക് നമ്മൾ സെല്ല് ചെയ്യുക. ശരിയല്ലേ? നിങ്ങൾ പല ആൾക്കാരും ചെയ്യുന്നൊരു കാര്യമല്ലേ? അതായത് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ചിലപ്പോൾ നമ്മൾ വാങ്ങി അത് നഷ്ടത്തിൽ പോയി, നമ്മളത് ഹോൾഡ് ചെയ്യും. കാരണം അത് ലാഭം കൊണ്ട് തരുമായിരിക്കും, അല്ലെങ്കിൽ റിട്ടേൺസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ലോങ് ടേമിൽ നമുക്കത് റിട്ടേൺസ് തരുമായിരിക്കും. ചിലപ്പോൾ ഈ പറഞ്ഞതും അല്ലെങ്കിൽ ധാരണയും ശരിയാവാം. പക്ഷേ പലപ്പോഴും അങ്ങനെയല്ല സംഭവിക്കാറുള്ളത്. പലപ്പോഴും ഈ നഷ്ടം തന്ന ഹോൾഡിങ്സിലുള്ള നമ്മുടെ ഷെയറുകൾ പലപ്പോഴും നഷ്ടം മാത്രത്തിൽ അവസാനിക്കാറുണ്ട്. അതുപോലെ തന്നെ ലാഭം വാങ്ങിയ ഉടനെ നമുക്കൊരു ലാഭം കിട്ടി, ചിലപ്പോൾ അതിലും കൂടുതൽ കിട്ടിയേക്കാം. അത് നമ്മൾ ഹോൾഡ് ചെയ്യാതെ ചിലപ്പോൾ നമ്മൾ വിൽക്കാറുണ്ട്. സോ ആ ഒരു ക്വിക്ക് റെസ്പോൺസ് നമ്മളൊന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യമാണ് ലാക്ക് ഓഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ്. ഏത് കാര്യത്തിലും അത് അത്യാവശ്യമാണ്. അതിലേറ്റവും പ്രധാനമാണ് ഈ പറയുന്ന സാമ്പത്തികമായിട്ടുള്ള ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യാതെ പോവുകയാണെങ്കിൽ അതിൻ്റെ കാര്യം പറയേണ്ടതില്ല, ഉറപ്പായിട്ടും നഷ്ടത്തിൽ മാത്രമാണ് പലപ്പോഴും ഉണ്ടാവുക. ഇനി അടുത്തൊരു കാര്യമാണ് ഗാംബ്ലിംഗ് മെൻറ്റാലിറ്റി. അതായത് ചൂതാട്ടത്തിൻ്റെ രീതിയിലുള്ള ഒരു തരം ലോട്ടറി അടിക്കുന്ന രീതിയിൽ ഷെയർ മാർക്കറ്റുകളെ ചിന്തിക്കുന്നത്, വലിയ ലാഭം പെട്ടെന്ന് എന്ന് പറയുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഒരു കാര്യമാണ് റിസ്ക് എടുക്കുന്നതിനുള്ള മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. റിസ്ക് പല ആൾക്കാർ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് വലിയ രീതിയിലുള്ള റിസ്ക് എടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. റിസ്കിനെ കൃത്യമായി നിങ്ങൾ അനലൈസ് ചെയ്യുക. റിസ്ക് നിങ്ങൾ എടുക്കുന്ന ഒരു റിസ്ക് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് ഗുണകരമാണോ എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്തുക. ഇങ്ങനെയൊക്കെ മാത്രമേ നിങ്ങളൊരു കമ്പനിയുടെ ഷെയർ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഒരു കാര്യമാണ് നെഗറ്റീവ് ആയിട്ടുള്ള ഡൈവേഴ്സിഫിക്കേഷൻ. നമ്മൾ കൃത്യമല്ലാത്ത റീബാലൻസിങ്, അതൊന്ന് ശ്രദ്ധിക്കുക.
ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഏറ്റവും പരമപ്രധാനമാണ് നിങ്ങൾ ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക എന്നുള്ളത്. ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാത്ത ഒരാൾക്ക് ഒരു കാലത്തും ഷെയർ മാർക്കറ്റ് ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല. സോ ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. കാരണം ഈ ചെയ്യുന്നത് മുഴുവൻ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് കൊണ്ടുള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി മാത്രം നിങ്ങൾ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോയാൽ ബാക്കിയുള്ള സോഷ്യൽ മീഡിയയിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ പരിചയമില്ലാത്ത വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കാണുന്ന മെസ്സേജുകൾ ഫോളോ ചെയ്യാൻ പോവാതിരുന്നാൽ ആ ഒരൊറ്റ കാര്യം മതി നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിങ്ങിനെ നല്ല രീതിയിൽ പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും.